നമസ്കാരം. ഇന്ത്യ പണി തുടങ്ങിയിരിക്കുകയാണ്. 2 ദിവസത്തിനു മുന്നേ നയതന്ത്ര രീതിയിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയിരുന്നു. പാകിസ്ഥാന്റെ വെള്ളം കുടി മുട്ടിക്കുന്ന രീതിയിലാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതുവഴി വലിയ രീതിയിൽ പഞ്ചാബ് പ്രവിശ്യയിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയാണ് ഇന്ത്യ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു കരാർ റദ്ദാക്കിയത്. കാരണം പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ അവരുടെ കൃഷി എന്ന് പറഞ്ഞാൽ കൃഷി മേഖല ഏറ്റവും കൂടുതൽ അവരുടെ പഞ്ചാബ് പ്രവിശ്യയിലാണ്. അതുകൊണ്ട് തന്നെ ഈ നദീജലത്തിലെ വെള്ളം എടുത്തിട്ടാണ് അവിടുത്തെ കർഷകരെല്ലാം തന്നെ കൃഷി നടത്തുന്നത്. അപ്പോൾ ഈ വെള്ളം തടയുന്നത് വഴി അവർക്ക് വെള്ളം കിട്ടാതെ വരും. അപ്പോൾ തന്നെ കർഷകരും മറ്റുള്ള ജനങ്ങളും തന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു യുദ്ധത്തിലേക്ക് അവിടെ പാകിസ്ഥാനിലേക്ക് ഒരു സമരവുമായി പോകും. ആ രീതിയിലേക്ക് പാകിസ്ഥാനെ പൂട്ടാനാണ് ഇന്ത്യ ഫസ്റ്റ് ഒരു നയതന്ത്ര നീക്കം അവിടെ നടത്തിയത്. നിലവിൽ ജലം വഴി ഒരു പണി കൊടുത്തതിന് ശേഷം ഇതാ അടുത്തൊരു വമ്പൻ പണിയാണ് തീ കൊണ്ട്, അതായത് അഗ്നി കൊണ്ട് ഒരു പണി ഇന്ത്യ കൊടുത്തിരിക്കുകയാണ്. അഗ്നി ഉപയോഗിച്ച് സൈനിക വിമാനത്തിന്റെ ടയർ തന്നെ ഇന്ത്യ പൊട്ടിച്ചിരിക്കുകയാണ്. ലാഹോർ വിമാനത്താവളത്തെ തന്നെ കത്തിക്കാൻ ശേഷിയുള്ള ആ ഒരു വിമാനത്തിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിലെ ലാഹോറിലെ അലമ ഇക്ബാൽ ഇന്റർനാഷണൽ എയർപോർട്ട്, അതായത് ലാഹോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വിമാനത്താവളങ്ങളിലൊന്നാണ് അലമ ഇക്ബാൽ എയർപോർട്ട്. അവിടെയാണ് വലിയ രീതിയിൽ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ ആർമിയുടെ ഒരു വിമാനം റൺവേയിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് വരികയായിരുന്നു. ആ സമയത്താണ് ടയർ പൊട്ടിത്തെറിച്ചത്. തുടർച്ചയായി പാകിസ്ഥാനിലെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലെ ലാഹോർ അലമ ഇക്ബാൽ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ സജ്ജീകരണമായി ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം നടക്കുന്നുണ്ട്. ഏത് സമയമാണെങ്കിലും ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് വിമാനങ്ങളെന്ന് തന്നെ അവിടെ നിർത്തി സജ്ജീകരിച്ചു വെച്ചത്. കൂടാതെ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധ അന്തരീക്ഷത്തിൽ നിൽക്കുന്നതിനാൽ കൂടുതൽ വിമാനങ്ങൾ ലാഹോർ അലമ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റൺവേയിൽ ലാൻഡ് ചെയ്യുന്നതിനിടയിൽ വിമാനത്തിന്റെ ഒരു ടയർ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിച്ച് തീപിടിക്കുകയായിരുന്നു. തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടർന്നു എന്നതാണ് വിവരം. എന്നാൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തീ മൊത്തത്തിൽ തന്നെ, അതായത് പ്ലെയിനിന്റെ 40% വലിയ രീതിയിൽ തീ വിഴുങ്ങി എന്നതാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ വിമാനത്താവളത്തിലെ ഫയർ എഞ്ചിനുകൾ വന്ന് തീയണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ഏതാണ്ട് ഒരു 40 മിനിറ്റോളം ശക്തമായ രീതിയിലേക്ക് തീപിടുത്തമുണ്ടായി. ഫയർ എഞ്ചിന് പോലും തീ കെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് ആ വിമാനത്തിന്റെ പൂർണ്ണഭാഗം കത്തി നശിച്ചു എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ വിമാനത്താവളത്തിലേക്ക് കൂടുതൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യേണ്ട സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു വിമാനങ്ങൾക്ക് ലാൻഡിംഗ് ക്ലിയറൻസ് നൽകാതെ വിമാനത്തിന്റെ റൺവേ പൂർണ്ണമായും അടച്ചിടുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. വലിയ രീതിയിലേക്ക് തന്നെ പ്ലെയിനിൽ തീപിടുത്തം ഉണ്ടായതോടുകൂടി ലാഹോർ വിമാനത്താവളത്തിന്റെ അകത്തേക്ക് വലിയ രീതിയിൽ പുകകൾ ഉയർന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. ഒരു ഭീതി പടർത്തുന്ന ഒരു അന്തരീക്ഷമാണ് പാകിസ്ഥാനിലെ ലാഹോർ വിമാനത്താവളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ലാഹോർ വിമാനത്താവളത്തിലേക്ക് വരുന്ന പ്ലെയിനുകളുടെ വരവുകൾ തത്കാലം ഗതി മാറ്റി വിടുകയാണ് അവരുടെ ATC. കൂടാതെ വിമാനം ക്യാൻസൽ ചെയ്യുന്ന പശ്ചാത്തലം വരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതീവ ജാഗ്രതയിലാണ് ലാഹോർ വിമാനത്താവളവും പരിസരവും. കാരണം മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി അഥവാ ഒരു ആക്രമണമാണോ പാകിസ്ഥാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നടക്കമാണ് അവർ പരീക്ഷിക്കുന്നത്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും അടക്കം ഒരു യുദ്ധ ഭീഷണിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ. ഏത് സമയം ഒരു സർജിക്കൽ അറ്റാക്ക് ഉണ്ടാകാം. ഇന്ന് രാവിലെ ബലൂചിസ്ഥാനിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ പാകിസ്ഥാന് ഇടതും വലതും നിന്നും പല രീതിയിലേക്ക് ഒരു ആക്രമണം വന്നുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് എവിടെ നിന്നാണ് ആക്രമണം വരുന്നതെന്ന് പോലും പാകിസ്ഥാന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എവിടെ നിന്നൊക്കെയോ അടി വരുന്നു എന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാവുന്നു എങ്കിലും അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭീഷണിപ്പെടുത്തി കഴിയുമ്പോൾ തന്നെ അടുത്ത സ്പോട്ടിൽ തന്നെ അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വലിയ രീതിയിൽ ഒരു ഭീകരാക്രമണം അഥവാ ഒരു സ്ഫോടനം അഥവാ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. കൂടാതെ ഇന്ന് രാവിലെ തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ ഒരു സ്ഫോടനം നടത്തി, ഒരു ആക്രമണം നടത്തി. അതിൽ 10ഓളം പാകിസ്ഥാൻ സൈനികർ തന്നെ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലാണ് പാകിസ്ഥാൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സ്ഥലത്ത് എവിടേക്ക് ഇട്ട് പാകിസ്ഥാന് പണി കൊടുക്കുമെന്നതാണ് പാകിസ്ഥാൻ സൈന്യം, പാകിസ്ഥാൻ സർക്കാർ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ആദ്യം തന്നെ ഇപ്പോൾ ജലം വഴി ഒരു ആക്രമണം കൊടുത്തു, ഇനി അവിടുത്തെ അഗ്നി വഴി ഒരു ആക്രമണം കൊടുത്തു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു വായു വഴി, അതായത് മിസൈൽ വഴി ഒരു ആക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിക്കാം എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം,
5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.